മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുമെന്ന് ഗരുഡപുരാണം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇതിലെ പ്രധാന ആശയം ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ, നല്ലതും ചീത്തയും, ആണ് മരണാനന്തര ജീവിതം നിർണയിക്കുന്നത് എന്നതാണ്. മരണസമയത്ത് യമദൂതന്മാർ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നു. ഈ ആത്മാവ് 13 ദിവസത്തേക്ക് സ്വന്തം വീടിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷം യമലോകത്തേക്കുള്ള കഠിനമായ യാത്ര ആരംഭിക്കുന്നു. ഏകദേശം 86,000 യോജന ദൂരമുള്ള ഈ യാത്രയുടെ അവസാനം ആത്മാവ് യമധർമ്മരാജന്റെ മുന്നിലെത്തുന്നു. യമധർമ്മൻ ചിത്രഗുപ്തന്റെ സഹായത്തോടെ ആത്മാവിന്റെ കർമ്മങ്ങൾ വിലയിരുത്തുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് സ്വർഗവും പാപങ്ങൾ ചെയ്തവർക്ക് നരകവും വിധിക്കുന്നു. നരകത്തിൽ ഓരോ പാപത്തിനും വ്യത്യസ്തമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടിവരും. ഈ ശിക്ഷകളിലൂടെ പാപങ്ങൾ കഴുകിത്തീർത്ത ശേഷം മാത്രമാണ് ആത്മാവിന് മോക്ഷം ലഭിക്കുന്നത്. അവസാനം കർമ്മഫലമനുസരിച്ച് ആത്മാവിന് പുതിയൊരു ജന്മം ലഭിക്കുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് അടുത്ത ജന്മത്തിൽ നല്ല ജീവിതം ലഭിക്കുമെന്നും ദുഷ്കർമ്മങ്ങൾ ചെയ്തവർക്ക് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം ലഭിക്കുമെന്നും ഗരുഡപുരാണം പറയുന്നു. ചുരുക്കത്തിൽ, ഒരാൾ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും മരണശേഷം ഫലം അനുഭവിക്കേണ്ടിവരുമെന്നാണ് ഈ പുരാണത്തിലെ പ്രധാന സന്ദേശം.